സംസ്ഥാന സർക്കാരല്ലേ ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടത്? അതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം നാമമാത്രമല്ലേ? അവർ ആകെ 5-6 ലക്ഷം ആളുകൾക്ക് 300 രൂപ വീതം കൊടുക്കുന്നു എന്നതിനും അപ്പുറത്തേക്ക് 65 ലക്ഷത്തോളം ആളുകൾക്ക് 1200 രൂപ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരല്ലേ പി ചിത്തരഞ്ജൻ? അതിന് പണം എവിടെ? ഈ 4 മാസത്തെ കുടിശ്ശിക ഒഴിച്ച് ബാക്കിയെല്ലാം കൊടുത്തല്ലോ. 4 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ ചെറിയ കണക്കാണോ സർ? ആ 4 മാസത്തിൽ ഓരോ മാസത്തെയും കുടിശ്ശിക വെച്ച് സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ അസുഖങ്ങൾ ബാധിച്ചിരിക്കുന്നവർക്ക് മരുന്ന് വാങ്ങണം, അവർക്ക് വീട്ടിൽ താമസിക്കണം, വാടക കൊടുക്കണം, മക്കളെ പഠിപ്പിക്കണം, അവരുടെ വാർദ്ധക്യകാലത്തെ ജീവിതത്തിന് വേണ്ടുന്ന മിനിമം അരിയും ഭക്ഷണവും കൊടുക്കണം. സാർ, ഏതെങ്കിലും തരത്തിൽ ഈ സിവിൽ സപ്ലൈക്കോയിൽ പോയി സബ്സിഡി സാധനം വാങ്ങിച്ച് കഴിക്കാമെന്ന് വെച്ചാൽ അവിടെ സബ്സിഡി സാധനമുണ്ടോ? അപ്പോൾ പെൻഷൻ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, പെൻഷൻ കിട്ടാത്തത് കൊണ്ട് സബ്സിഡി സാധനം വാങ്ങി കഴിക്കാമെന്ന് കരുതി സിവിൽ സപ്ലൈകോയിലേക്ക് പോയാൽ അവിടെ സിവിൽ സപ്ലൈകോയിൽ സബ്സിഡി സാധനമില്ല. അരി വാങ്ങാമെന്ന് കരുതി പോയാൽ അവിടെ അരി കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ടാവുന്നു. കാരുണ്യ ആശുപത്രി ചികിത്സയുടെ ഭാഗമായി, കാരുണ്യ ഇൻഷുറൻസിന്റെ ഭാഗമായി ഫാർമസ്യൂട്ടിക്കൽ പോയി കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മരുന്ന് കിട്ടാനില്ലാത്ത അവസ്ഥ വരുന്നു. അരുൺ അവതരിപ്പിക്കുന്നത് പോലെ കേരളത്തിൽ ഭയാനകരമായ ഒരു അവസ്ഥയൊന്നുമല്ല നിങ്ങൾ ചിത്രരഞ്ജൻ. കാരുണ്യ പദ്ധതിക്ക് 189 കോടി രൂപ കുടിശ്ശികയില്ലേ വിവിധ ആശുപത്രികൾക്ക് കൊടുക്കാൻ? 1352 കോടി രൂപ കാരുണ്യ പദ്ധതി അടക്കം ആശുപത്രികൾക്ക് കുടിശ്ശിക കൊടുക്കാനില്ലേ ഈ സർക്കാർ? ഈ ഗവൺമെന്റ് വരുമ്പോ 1437 കോടി രൂപ UDF കാലത്ത് കുടിശ്ശിക ഇട്ടിരുന്നത് തീർത്തു കൊടുത്തൊരു ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. 1437 കോടി രൂപ പുരാണങ്ങൾ പറഞ്ഞിട്ട് എന്ത് കഥ ചിത്രരഞ്ജൻ? വർത്തമാനകാലത്തിൽ നോക്കൂ, അവിടെ പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടാണ്, മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നു. ജോസഫിന്റെ മാത്രമല്ല, പ്രസാദിന്റെ മാത്രമല്ല, ഒരു ഇത്തരം വാർത്തകൾ കേരളത്തിൽ അത്ര കേൾവി ഉണ്ടായിരുന്നില്ലല്ലോ പി ചിത്രരഞ്ജൻ. അല്ലല്ല, കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിനെ നമ്മൾ മയപ്പെടുത്താൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഇന്ന് ധനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നടന്നു പോകും കാര്യങ്ങൾ എന്ന അവസ്ഥയിലാണ്. പക്ഷെ പെൻഷൻ കിട്ടാതെ എങ്ങനെ ജീവിച്ചു പോകുമെന്ന ചോദ്യം ബാക്കിയാണ്. ശംസുദ്ദീനല്ലേ വളരെ പെട്ടെന്ന് പ്രതികരിക്കാം. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇന്ന് കേരളം നേരിടുന്ന ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു കാരണം മാത്രമാണ് കേന്ദ്രത്തിന്റെ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രം കേരളത്തെ മാത്രമാണോ ഇങ്ങനെ ഞെരുക്കുക? മറ്റ് ക്ഷേമ പദ്ധതികളൊക്കെ കർണാടകയിൽ നടക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്, ഇപ്പൊ അധികാരത്തിൽ വന്ന തെലങ്കാനയിൽ നടക്കുന്നുണ്ട്. അപ്പോ ഇവിടുത്തെ പ്രതിസന്ധിയുടെ മുഖ്യ ഉത്തരവാദി സംസ്ഥാനം തന്നെയാണ്. ഒരു ഘടകം കേന്ദ്രത്തിന്റെ അവഗണനയുണ്ട്, അത് എല്ലാ സംസ്ഥാനങ്ങളോടും ഉണ്ട്. BJP ഭരിക്കുന്നതല്ലാത്ത സംസ്ഥാനങ്ങളോടൊക്കെ ആ സമീപനം കേന്ദ്രത്തിൽ, ആ സമീപനം പറയട്ടെ, 7 ലക്ഷം വെച്ച് കട്ടറിട്ടു എന്ന്, 4 ലക്ഷം വെച്ച് ലിഫ്റ്റ് ഉണ്ടാക്കിയെന്ന്, വലിയ ദൂർത്ത്, യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കടം വാരി കൂട്ടിയത്, ഇതെല്ലാമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. ബഡ്ജറ്റിന് പുറത്ത് തത്വദീക്ഷയില്ലാതെ കടം വാങ്ങി വലിയ തോതിലുള്ള ദൂർത്ത് നടത്തി. അതാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ വളരെ പ്രധാനപ്പെട്ട വേണ്ടത്. പുതിയ ജനസിലുള്ള കാലികളെയാണോ, അതല്ല കേരളത്തിൽ 2 പേർക്കെങ്കിലും പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞാൽ ആ പണം ഉപയോഗിച്ച് ആ കുടുംബത്തിന് അവരുടെ ആരോഗ്യവും അവരുടെ ജീവിതവും നിലനിർത്താൻ ആവശ്യമായ പണമാണ്? ഞാൻ ചോദിക്കട്ടെ, അത് അങ്ങനെയാണോ ഡോക്ടർ അരുണ? നിങ്ങളെ പോലെയൊക്കെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്? 2 പേരുടെ പെൻഷൻ കൊടുക്കാമല്ലോ, ആ കാശ് എടുത്തെന്നാണോ ആലോചിക്കുന്നത്? സാർ, അത് എന്റെ ഒരു ചിന്തയല്ല, അത് ശരാശരി തെരുവിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിത രീതിയെ കുറിച്ചുള്ള ബോധ്യമാണ്. ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിന്റെ മെച്ചപ്പെടുത്തലല്ലോ ആവശ്യം. അവിടെ സാധാരണക്കാരായ ആളുകൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി അവരുടെ പ്രഷറിനും ഷുഗറിനുമുള്ള ഗുളിക വാങ്ങാനുള്ള പണം കൊടുക്കലാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം. അത് 10 പേർക്കാണെങ്കിൽ അങ്ങനെ. സംസ്ഥാനത്ത് 2 പേരുടെ പെൻഷനാണോ നിങ്ങൾ പറയേണ്ടത്? അല്ല, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെന്നെ പറയാൻ സാധിക്കും. അവരുടെ ജീവിതം പ്രധാനപ്പെട്ട വിഷയമല്ലേ? കേരളത്തിൽ എല്ലാവർക്കും കൃത്യമായിട്ടാണ് പെൻഷൻ കൊടുക്കുന്നത് അല്ലല്ലോ. നിങ്ങൾ പറയുന്നതിനകത്ത് നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ പറയാവുന്നൊരു ന്യായമൊക്കെയാണ് ഈ പറയുന്നത്. ആ കാശെടുത്ത് ഇതൊക്കെ എവിടെ പ്രയോറിറ്റി എന്നാണ് പറയാൻ ഇടം കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ക്ലിഫ് ഹൗസിലേക്ക് കയറി വരുമോ? സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ആരും ക്ലിഫ് ഹൗസിലേക്ക് നോക്കില്ലല്ലോ. ആരും ക്ലിഫ് ഹൗസിലേക്ക് നോക്കില്ലല്ലോ സാമ്പത്തിക പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ. അപ്പൊ ഇന്നിപ്പോ ഷംസുദ്ദീന്റെ പാർട്ടിയിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു വാചകമുണ്ട്. ആന്റണി സർക്കാരിന്റെ
കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അന്ന് മുണ്ട് മുറുക്കി ഉടുത്തു ക്ലിഫ് ഹൗസിൽ നിന്ന്. അല്ല, മുണ്ട് മുറുക്കി ഉടുക്കാൻ സമൂഹത്തോട് പറയുമ്പോ ആദ്യം ക്ലിഫ് ഹൗസിൽ നിന്ന് ആരംഭിക്കണം സർ. ഞങ്ങളുടെ ഗവൺമെന്റ് പോയിട്ടുള്ളത് ഇനിയും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്. നിങ്ങൾ കെട്ടി ഉയർത്തുന്ന കുറെ കഥകളുണ്ടല്ലോ, നിങ്ങൾ വാചാരമായി കുറെ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്തുതാപരമായി നിങ്ങൾ പരിശോധിക്കൂ, ആരാണ് ഈ നാട്ടിലെ പെൻഷനുകൾ ഒരു മിനിറ്റ്